സാറേ, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്കടുത്ത് സ്ത്രീ മുതുപിലാക്കാട് ഒരു പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം നേരത്തെ വാർത്തകൾ നിറഞ്ഞതെന്നാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അവിടെ അത്തപ്പൂക്കളം ഒരുക്കിയപ്പോൾ അതിനെ അനുകരിച്ച് ഒരു അത്തപ്പൂക്കളം ഇട്ടു. അപ്പോൾ CPM കോൺഗ്രസ് അനുകൂല ഭരണസമിതി 27 പേരാണ് ഉള്ളത്. അവരത് പരാതി കൊടുത്തു. വലിയ വിവാദമൊക്കെ മാറി. മാത്രമല്ല, ഈ ക്ഷേത്രത്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അത് ക്ഷേത്രത്തിൽ കാവിക്കൊടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതും ഇതുപോലെ ഈ ഭരണസമിതി തന്നെയാണ്. അതേ ഭരണസമിതി ഇപ്പോൾ പുറത്താക്കിക്കൊണ്ട് അവിടെ ഈ ഭക്തജന സമിതി എന്ന് പറയുന്ന ഒരു RSS അനുകൂല ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെടുന്നു. 27 സീറ്റിൽ മത്സരിച്ചു, 27 ജയിച്ചു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 400 വോട്ടിലേറെ ശരാശരി ഓരോ സ്ഥാനാർത്ഥിയും നേടി. ശരിക്കും ഒരു കൃത്യമായ മറുപടിയല്ലേ അവിടുത്തെ ജനങ്ങൾ നൽകി? ഗംഭീരമായ മറുപടിയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ദേശസ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു മറുപടിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഉത്രാടത്തിന്റെ അന്ന് ആണ് അവിടെ പൂക്കളം ഒരുക്കിയത്. അത് ക്ഷേത്ര വളപ്പിന് പുറത്ത് ആണ് ചെയ്തത്. പാർത്ഥസാരഥി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ആണ് അന്ന് പൂക്കൾ കൊണ്ട് കാവിക്കൊടി, എന്നിട്ട് പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കൾ കൊണ്ട് എഴുതുകയും ചെയ്തിരുന്നു. അപ്പോ നേരത്തെ തന്നെ ഇങ്ങനെ പൂക്കളം ഇടാൻ സാധ്യതയുണ്ടെന്ന് വിവരം കിട്ടിയിട്ട് ആ CPM ഭരണസമിതി ക്ഷേത്രത്തിന്റെ പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിരുന്നു. എന്നിട്ട് പോലീസ് വന്നിട്ട് SHO അനീസ് വന്നിട്ട് 2 കൂട്ടരെയും വിളിച്ച് സംസാരിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് മടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ചിഹ്നങ്ങളൊന്നും പാടില്ല, മതചിഹ്നങ്ങളൊന്നും പാടില്ല എന്ന് അതിൻ്റെ അകത്ത് നിഷ്കർഷിച്ചു. അപ്പോൾ പക്ഷെ അടുത്ത ദിവസം നോക്കിയപ്പോൾ ഇവര് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇതിൻ്റെ അകത്തുണ്ട്, കൊടിയുണ്ട്, കാവിക്കൊടിയുണ്ട്. വീണ്ടും പോലീസിൽ ഭരണസമിതി പരാതി കൊടുത്തു. പോലീസ് കേസെടുത്തു. പട്ടാളക്കാര് ആയിരുന്ന ശരത്ത്, അശോക് 2 പേര്, കണ്ടാലറിയാവുന്ന 25 പേര്, ഇങ്ങനെ ഈ SHO അനീസ് കേസെടുത്തു. ഇതാണ് വലിയ വിഷയമായത്. ദേശീയ തലത്തിൽ തന്നെ ഇത് വലിയ വിവാദമായി തീർന്നു വന്ന്. അപ്പൊ ഇവര് പറഞ്ഞു, ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ രഥം ഉണ്ടല്ലോ, രഥത്തില് ഭഗവത് ധ്വജം ഉണ്ട്, കൊടി, കാവിക്കൊടി. ആ കാവിക്കൊടിയാണ് ഞങ്ങള് പൂക്കളത്തിൽ ഇട്ടിരിക്കുന്നത് എന്നവര് അത് ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് അന്നുണ്ടായ സംഭവം. അപ്പോ അന്ന് 27 അംഗങ്ങള് CPM കോൺഗ്രസ് RSP സഖ്യം. ഇത്തവണയും അവർ സഖ്യമായിട്ട് തന്നെയാണ് 27 പേര് നിന്നത്. കാരണം കോൺഗ്രസിൽ നിന്ന് 10 പേര്, RSPയിൽ നിന്ന് 5 പേര്, CPM CPI 12 പേര്, അങ്ങനെയാണ് മത്സരിച്ചത്. 27 സീറ്റിലേക്ക് ഒരു സഖ്യമായിട്ടാണ് മത്സരിച്ചത്. പക്ഷെ മുതുപിലാക്കാട് ക്ഷേത്രഭരണം സംഘപരിവാർ സംഘടന പിടിച്ചെടുത്തിരിക്കുന്നു. ക്ഷേത്ര ഭരണസമിതി തെരഞ്ഞെടുപ്പില് CPM കോൺഗ്രസ് മുന്നണിയെ പരാജയപ്പെടുത്തി. ഈ പറഞ്ഞ പോലെ ഈ ജയിച്ച 27 പേരും സംഘപരിവാർ അനുകൂലികളാണ്. എല്ലാവർക്കും 400-ലേറെ വോട്ട് ഭൂരിപക്ഷം ഉണ്ട് താനെന്ന് പറഞ്ഞാല് ജനം മൊത്തത്തില് വോട്ടർമാര് ഇവർക്ക് അനുകൂലമായി നിലകൊണ്ടിരുന്നു. ദേശസ്നേഹത്തിനും ഇന്ത്യക്കും ഒപ്പം നിലകൊണ്ടു എന്നർത്ഥം. ഭക്തജന സമിതി എന്നുള്ള പേരിലാണ് മത്സരിച്ചത് സംഘപരിവാർ. ഭക്തജന സമിതി എന്നുള്ള പാനലിലാണ് മത്സരിച്ചത്. തിങ്കളാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ്. പോൾ ചെയ്തതിൻ്റെ 58% കിട്ടി. ഈ ഭക്തജന സമിതിക്ക് 58% വോട്ടും കിട്ടി. അപ്പോ ഈ ദേശസ്നേഹികളെ അന്ന് വർഗീയവാദികളായിട്ട് മുദ്രകുത്തിയതാണല്ലോ. അപ്പൊ അവര് വർഗീയവാദികളും ഫാഷിസ്റ്റുകളും ഒന്നും അല്ല എന്ന് വിശ്വാസികൾ തീരുമാനിച്ചതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അന്ന് ഈ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്രം സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ഇവർക്കൊരു പ്രചോദനമൊക്കെ ആയി. അന്ന് ഈ ക്ഷേത്ര ഭരണസമിതിയിൽ ആകെ RSSകാര് 6 പേര് മാത്രമാണ് ഉണ്ടായത്. ഇന്ന് 27 പേരായി. 6-ൽ നിന്ന് 27, വലിയ വളർച്ചയാണല്ലോ. അതെ, ഇതാണ് ഇതിൻ്റെയൊക്കെ ഫലം. അന്ന് 21 പേരും കോൺഗ്രസ് CPM സഖ്യത്തിൽപ്പെട്ടവരായിരുന്നു. ഇത്തവണ കോൺഗ്രസ്സുകാർ 10 പേര്, RSP 5 പേര്, CPM CPI 12 പേര് മത്സരിച്ചത്. മുതുപിലാക്കാട് കിഴക്ക് പടിഞ്ഞാറ് കരകളിലെ
9 വാർഡിൽ നിന്ന് 3730 വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. 70% വോട്ടർമാരും വോട്ട് ചെയ്തിട്ടുണ്ട്. KRG പിള്ള ആണ് ഭരണസമിതി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസ ധ്വംസനത്തിനുള്ള മറുപടിയാണെന്ന് KRG പിള്ള പ്രതികരിച്ചിട്ടുണ്ട്. പൂജ നടക്കുമ്പോൾ ശ്രീകോവിലിൽ നേരത്തെ ഭരണസമിതി ആളെ കയറ്റിയിരുന്നു. CPM എന്ത് വിശ്വാസം, ശ്രീകോവിലൊക്കെ പൂജ നടക്കുമ്പോഴേ ചുമ്മാ അവരുടെ സഹാക്കളൊക്കെ അതിൻ്റെ അകത്തൊക്കെ കയറ്റി നടക്കുന്നുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് സദ്യാലയത്തിൽ ബീഫും ബീറും വിളമ്പിയിരുന്നു എന്നും ഈ പിള്ള ആരോപിച്ചു. സദ്യാലയത്തിൽ ബീഫും ബീറും വിളമ്പിയിരുന്നു. 50 ലക്ഷം രൂപ നീക്കിയിരിപ്പുണ്ടായിരുന്നു സമിതിയുടെ അക്കൗണ്ടിൽ. അത് മുഴുവൻ തിന്ന് തീർത്തു. ഇപ്പോൾ 20 ലക്ഷം രൂപ സമിതിക്ക് ബാധ്യതയുള്ളപ്പോഴാണ് ഈ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. സംഘപരിവാർ സമിതി ഇത് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത്. അലങ്കാര ഗോപുര നിർമ്മാണത്തിൽ വലിയ അഴിമതി അവിടെ നടന്നിരുന്നു. പിന്നെ മരങ്ങൾ മുറിച്ച് വിറ്റ് അഴിമതി നടത്തിയിട്ടുണ്ട്. സ്വർണവും വിറ്റഴിച്ചിട്ടുണ്ട് ഭഗവാന്റെ. ഇങ്ങനെ ഈ CPM കോൺഗ്രസ് ഭരണസമിതി അഴിമതിയിൽ മുങ്ങിയിരുന്നതായിരുന്നു എന്ന് പുതിയ ഭരണസമിതി ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ അനാവശ്യമായി വിശ്വാസത്തിനെയൊക്കെ ധ്വംസിച്ചാൽ കിട്ടുന്ന മറുപടി. സാറേ, ഇപ്പോൾ ഒരു അവിടുത്തെ 9ാം വാർഡിലാണ്ട് 3740 വരുന്ന വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറിയ പങ്കിനും അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ അത്തപ്പൂക്കളം ഇട്ടതിനോട് യോജിപ്പാണെന്നൊരു അർത്ഥം കൂടിയുണ്ട്. മാത്രമല്ല, ഈ ഭരണസമിതി ഒരു കേസ് കൊടുക്കാനായിട്ട് സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ ആ പോലീസ് പെട്ടെന്ന് വന്നൊരു കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്യുക. സത്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നീക്കമാണ് നടത്തിയത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു അത്തപ്പൂക്കളം ഇട്ടു എന്ന് പറയുമ്പോൾ അതിനെ എതിർത്തവർ മുഴുവൻ ദേശവിരുദ്ധരാണ് എന്നുള്ള ഒരു ഫീലിംഗ് കൂടെ അല്ലേ അവരുടെ? ഇതിന്റെ അകത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു പൂക്കളത്തില് ഇപ്പോ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ എല്ലാ കൊല്ലവും നടക്കുന്നില്ല, അവിടെ പൂക്കളങ്ങളും ഒക്കെ ഇടുന്നുണ്ടല്ലോ. അതിന്റെ അകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആരെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ അത്താഘോഷ സമിതി കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുക്കും. ഒരിക്കലും ദേശ സ്നേഹമില്ലേ, അത് ഒരിക്കലും ചെയ്യില്ല. പിന്നെ ഈ കാവിക്കൊടി എന്ന് പറഞ്ഞാല് എന്താണെന്നുള്ളതിനെ പറ്റി ഈ മാർക്സിസ്റ്റുകൾക്ക് വല്ല ധാരണയുണ്ടോ? ഇല്ല. അത് സത്യത്തില് കാവിക്കൊടി എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ പ്രതീകമാണ്. ഈ കാവി എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടായത്? RSSകാരുണ്ടാക്കിയതല്ലെന്നേ ഈ കാവിക്കൊടി. ശിവാജിയുടെ ഗുരുവായിരുന്നു സമർത്ഥ രാംദാസ്, ഛത്രപതി ശിവാജിയുടെ. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം മട്ടുപ്പാവിൽ നിന്ന് ഛത്രപതി ശിവാജി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു സമർത്ഥ രാംദാസ് ഭിക്ഷാന്തേഹിയായിട്ട് വീടുകളിലൊക്കെ, മട്ടുപ്പാവിൽ നോക്കിയാൽ കാണാമല്ലോ, വീടുകളിലൊക്കെ പോയി തെണ്ടി തിന്നുകയാണ് അദ്ദേഹം. അപ്പോൾ ശിവജി താഴേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗുരു എന്തിനാണ് ഇങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കുന്നത് എന്നാണ് ശിവജി ആലോചിച്ചത്. പക്ഷെ സന്യാസിയുടെ ജീവിതം അങ്ങനെയല്ലേ, ഭിക്ഷയാചിച്ചിട്ടല്ലേ. അതിപ്പോ ഏത് സന്യാസിയും ഭിക്ഷയാചിച്ചിട്ടല്ലേ ജീവിക്കുക. കാരണം കറൻസി കൈകാര്യം ചെയ്യുന്ന ആളുകളല്ലല്ലോ സന്യാസിമാർ. ശിബുസ്വാമിയൊക്കെ അല്ലേ കറൻസി കൈകാര്യം ചെയ്യുന്നത്. മറ്റേത് ഈ പണം കൈ കൊണ്ട് തൊടില്ലല്ലോ. പാക്കനാരുടെ കഥയിൽ തന്നെ പാക്കനാര് പണം കണ്ടു കഴിഞ്ഞാൽ ആളെ കൊല്ലി എന്ന് പറഞ്ഞിട്ട് ഓടില്ലായിരുന്നു. പാക്കനാർ കഥയില് പണം ആളെ കൊല്ലിയാണെന്ന് പറഞ്ഞിട്ട് അത് ഓടുമായിരുന്നു. അപ്പൊ സമർത്ഥ രാമദാസിനെ കണ്ടിട്ട് അങ്ങേക്ക് എന്ത് ചോദിച്ചാലും ഞാൻ തരുമല്ലോ, എന്തു വേണമെങ്കിലും ചോദിക്കാമല്ലോ, അങ്ങ് എന്നോട് ഈ രാജ്യം ചോദിച്ചാലും ഞാൻ തരുമായിരുന്നല്ലോ, എന്തിനാണ് ഇങ്ങനെ യാചിച്ച് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ സമർത്ഥ രാംദാസ് പറഞ്ഞു, എനിക്കിങ്ങനെ യാചിച്ച് ജീവിക്കാം, പക്ഷെ അങ്ങ് യാചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങേക്ക് ജനങ്ങളുടെ മനസ്സിൽ രാജാവ് എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ യാചിച്ച് നടക്കാം എന്ന് അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, അങ്ങ് ഇത് എൻ്റേതല്ല എന്ന് വിചാരിച്ചിട്ട് രാജ്യം ഭരിക്കണം. അങ്ങനെ രാജ്യം ഭരിക്കുമ്പോൾ അതുകൊണ്ട് പ്രജകൾക്കും ഗുണമുണ്ടാവും. ഇതെൻ്റേതല്ല, തേന തെക്തേന ഭുഞ്ചീത എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നില്ലേ എന്ന് പറയുന്നത് പോലെ ആ
ഒരു മന്ത്രം മാത്രം നിന്ന് കഴിഞ്ഞാൽ ഈ രാജ്യം നിലനിൽക്കുന്ന ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ഉപനിഷത്തുകൾ മുഴുവൻ നശിച്ചുപോയി, നമ്മുടെ വേദങ്ങൾ മുഴുവൻ നശിച്ചുപോയി ഇരിക്കട്ടെ. പക്ഷെ ഈ ഉപനിഷത്ത് മന്ത്രം, അത് ആദ്യത്തെ മന്ത്രമാണ് ഈശാവാസ്യത്തില്, തേന തെക്തേന ഭുഞ്ചിത എന്ന് പറഞ്ഞാല് എല്ലാം ത്യജിച്ചുകൊണ്ട് ഭക്ഷിക്കുക എന്ന് ഉള്ള മന്ത്രം നിലനിന്നാൽ ഈ രാജ്യം നിലനിൽക്കുന്ന ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനെന്താ വഴി എന്ന് ശിവജി ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം ധരിച്ചിരുന്നത് കാവ്യാണല്ലോ, സന്യാസി കാവ്യല്ലേ കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ വസ്ത്രം കീറി, അത് ഈ ഭഗവദ്വജത്തിന്റെ ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല, ഒരു കീറ കാവിത്തുണി ഇത് ഉയർത്തുക. ഇത് ഞങ്ങൾ ഉടുക്കുന്ന ഈ കാവി ത്യാഗത്തിന്റെ പ്രതീകമാണ്. ആ ത്യാഗത്തിന്റെ പതാക ഉയർത്തുക, രാജ്യത്തിന്റെ പതാകയായിട്ട് ഉയർത്തുക, എന്നിട്ട് ഇത് എൻ്റേതല്ല എന്ന് വിചാരിച്ചിട്ട് ഭരിക്കുക. ഇങ്ങനെ സമർത്ഥ രാമദാസ് പറഞ്ഞു. ഇങ്ങനെയാണ് ഇന്ത്യയിൽ കാവിക്കൊടി ഉണ്ടായത്. ഇതൊന്നും അറിയാതെയാണ്. എന്ത് ചരിത്രമാണ് മാർക്സിസ്റ്റുകൾക്ക് അറിയുന്നത്? കാൾ മാർക്സിനെ പറ്റി വല്ല വിവരമുണ്ടോ? സ്വന്തം വേലക്കാരിക്ക് കാൾ മാർക്സ് ഗർഭം ഉണ്ടാക്കിയ കഥയെങ്കിലും ഇവർക്ക് പഠിക്കണ്ടേ? അരാജകവാദിയായിരുന്നു എന്ന്. അപ്പോ കാവിക്കൊടിക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതാണ് ഈ ഭഗവത് ധ്വജം എന്ന് പറയുന്നത്. ഇപ്പൊ ധ്വജം എന്ന് പറയുന്നത് അതാണ് സന്യാസിമാര് സ്വീകരിച്ച് രഥങ്ങളുടെയൊക്കെ മുകളിൽ ഇരിക്കുന്നത്. അതാണ് കാവിക്കൊടി എന്ന് പറയുന്നത്. അതാണ് അവിടെ ഉയർത്തിയത്. ഈ കഴിഞ്ഞ ഈ രണ്ട് സൈനികന്മാരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ, ശരത്തും അശോകും ഉണ്ടായിരുന്നു. അവര് അപ്പോ ഇന്ത്യയുടെ മഹിമയാർന്ന പൈതൃകത്തിന്റെ ധ്വജസ്തംഭം ഇല്ലേ, അതല്ലേ അവിടെ ചേർത്ത് പിടിച്ചത്. അതാണ് അതിൻ്റെ അകത്ത് വരച്ചു വെച്ചത്. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി. മാർക്സിസ്റ്റുകൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ, മനസ്സിലാക്കണം എന്നില്ല. ഇതാണ് ഫാഷിസം എന്നാണ് അവർ പറയുന്നത്. ഫാഷിസം എന്ന് പറഞ്ഞ വാക്കും ഇന്ത്യയായിട്ട് വല്ല ബന്ധമുണ്ടോ? എല്ലാം ഇറക്കുമതിയല്ലേ, മാർക്സിസവും ഇറക്കുമതി അല്ലേ. യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒന്നിനും തീരുവയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ലേ? അതുപോലെ മാർക്സിസത്തിനും അത്രയൊക്കെ ഉള്ളൂ ഇല്ല. അപ്പൊ ഇതാണ് കാവിക്കൊടി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പൈതൃക സംരക്ഷണമാണ് അവിടെ നടക്കുന്നത്. ഈ പുതിയ ഭരണസമിതി വരുമ്പോഴും നമ്മുടെ മഹിമയാർന്ന പാരമ്പര്യത്തിനെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ആര്? അവിടുത്തെ ജനങ്ങള് ഇന്ത്യയുടെ കൂടെയാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെയും കൂടെയാണ്, പൈതൃകത്തിൻ്റെയും കൂടെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.